യാത്ര അതിരപ്പള്ളിക്ക് ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ പ്ലാന്റേഷൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. മരങ്ങളുടെ ഇടയിലൂടെ മാത്രം കാണാറുള്ള ആ കാട് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ വരാൻ പോണതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കോമൻറ്റ് ചെയ്യണേ. ഒന്നുമില്ല, ഒരു ഞായറാഴ്ച വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ അതിരപ്പള്ളിക്കൊന്ന് പോയിട്ട് വന്നതാണ്. സത്യത്തിൽ അതിരപ്പള്ളി പുതിയ സ്ഥലമൊന്നുമല്ല. എത്ര പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. എത്ര പോലും പക്ഷെ മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണ് കേട്ടോ. വാട്ടർഫോളിൻ്റെ ഭാഗത്തേക്കൊന്നും ഇറങ്ങാറില്ല. ജസ്റ്റ് ആ റൂട്ടൊന്ന് പോയിട്ട് ഒരു ചായ കുടിക്കും അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ആ ചാർപ്പ വാട്ടർഫോൾസിൻ്റെ ഭാഗത്തേക്കാട്ടോ. ലാസ്റ്റ് ഇയർ ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ ബ്രിഡ്ജ് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് ഓപ്പണാണ്. പക്ഷേ നമ്മുടെ ആളുകൾ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിലും താഴെയൊക്കെ ഫുള്ള് പേരെഴുതി വെച്ചിരിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ ചാർപ്പ വാട്ടർഫോൾസ് എഴുതിയൊരു ബോർഡ് അവിടെയുണ്ട്. പക്ഷെ അതും പൊട്ടിക്കിടക്കുന്നതുകൊണ്ട് ഇപ്പം അത് ഏത് വാട്ടർഫോൾസ് ആണെന്ന് പുതിയ വരുന്ന ആളുകൾക്ക് അറിയണമെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യേണ്ടി വരും. പിന്നെ വെള്ളം കുറവായിരുന്നു, മഴക്കാലം തുടങ്ങിയിട്ടുണ്ടെങ്കിലും അന്നത്തെ ദിവസം നല്ല വെയിലുമായിരുന്നു. പെട്ടെന്ന് ആദ്യം എന്നെ വിളിച്ചൊരു കാര്യം കാണിച്ചു തന്നു. ആദ്യം ഞാൻ നോക്കിയപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഇലകളെന്തോ വീണെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് മഞ്ഞ കളറിലുള്ള ബട്ടർഫ്ലൈസ് ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ബാഹുബലിയിലെ തമിഴ്നാട് ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ആരോ വലിച്ചെറിഞ്ഞൊരു ഡയപ്പറിൻ്റെ മുകളിൽ നിറയെ പച്ച കളറിലുള്ള ബട്ടർഫ്ലൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കാഴ്ചയൊക്കെ കാണാനായിട്ട്. അത്രയും പ്രാവശ്യം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്നു. തിരിച്ചു വരുന്ന വഴിക്കൊരു സ്ട്രോങ് ചായയൊക്കെ കുടിച്ചു. വഴികൾ ഇനിയും ബാക്കിയുണ്ട്, യാത്രകൾ ഇനിയും ബാക്കിയുണ്ട്.